ഗൈസ്, ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യ വളരെ ആധികാരികമായി തന്നെ സൂപ്പർ 4 സ്റ്റേജിലേക്ക് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ട് 3 മത്സരങ്ങളും വിജയിച്ചു. UAEക്കെതിരെയും പാകിസ്ഥാനെതിരെയും ഏറ്റവും ഒടുവിൽ ഒമാനെതിരെയും വിജയിച്ചുകൊണ്ട് കയറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് വേറെ തരത്തിലൊരു വിരസതയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കൂടി കോമ്പറ്റീഷൻസ് വളരെ കുറവായിട്ട് വരുന്നത് ആരാധകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മത്സരങ്ങൾ എപ്പോഴും കോമ്പറ്റീറ്റീവ് ആകുമ്പോഴാണല്ലോ അത് ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഗ്രൂപ്പ് ബിയിൽ നോക്കുന്ന സമയത്ത് ശ്രീലങ്ക നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, എന്നാൽ 3 മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ 4ലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ഒരു കോമ്പറ്റീഷൻ നൽകാൻ ശ്രീലങ്കയ്ക്ക് ആകും എന്നുള്ളതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏഷ്യയിലെ സെക്കൻഡ് ബെസ്റ്റ് ടീം എന്ന ഒരു ടാഗ് ലൈനൊക്കെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ എന്താണെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാതെ തന്നെ പുറത്താകുന്നു എന്നുള്ളതാണ്. അവർക്ക് സൂപ്പർ 4ലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ശ്രീലങ്കയ്ക്ക് പുറമെ ബംഗ്ലാദേശാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് അടുത്ത സൂപ്പർ 4 ഘട്ടത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനാണ് സൂപ്പർ 4 ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫാക്ടർ ഇല്ലാത്തതാണോ ഒരു വിരസതയ്ക്ക് കാരണം എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം മിക്ക മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഏകപക്ഷീയം മത്സരങ്ങൾ വളരെ പ്രഡിക്റ്റബിൾ ആകുന്നൊക്കെ തരത്തിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എപ്പോഴും ഒരു ആവേശം നിറഞ്ഞ മത്സരങ്ങളായിട്ട് വരാറുണ്ടെങ്കിൽ ഇത്തവണ അത്രയ്ക്കും കണ്ടങ്ങൊരു ആവേശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു. ഇൻ കേസ് ഇപ്പം കാണികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കൂടി പിന്നെ ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും അത് വളരെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഫാക്ടറായിട്ട് പോയതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ മത്സരങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും UAEക്കെതിരെ നടന്ന മത്സരത്തിൽ ആദ്യം UAE 57 റൺസിന് ഓൾ ഔട്ട് ആകുന്ന സാഹചര്യമാണ് വന്നത്. ഇന്ത്യ ഒരു മത്സരത്തിൽ UAE ഹ്യൂമിലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു 57 റൺസ് ഇന്ത്യ ചേസ് ചെയ്ത് വെറും 4.3 ഓവറിലാണ്. അതായത് വെറും 27 പന്തിൽ മത്സരം ഇന്ത്യ അവസാനിപ്പിച്ചു. 1 വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. 9 വിക്കറ്റിൻ്റെ ഒരു വിജയം. അത് പറഞ്ഞാൽ ഒരു ഹ്യൂമിലിയേഷൻ തന്നെയാണ്. പാകിസ്ഥാൻ മത്സരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത് 127 റൺസിന് 9 എന്ന് പറഞ്ഞ ഒരു നിലയിലാണ് അവസാനിച്ചതെങ്കിൽ ഇന്ത്യ ഏതാണ്ട് 25 ബോളുകൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ 7 വിക്കറ്റിനുള്ളൊരു വിജയമാണ് സ്വന്തമാക്കിയത്. ഈ 2 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്കൊരു പരാജയ ഭീതി ഉണ്ടായിരുന്നില്ല. തീർത്തും ഇന്ത്യ വിജയിക്കുമെന്നുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു മത്സരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ മത്സരത്തിൽ എപ്പോഴും നമുക്ക് ആ ഒരു ആവേശം ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ നിലവിലത്തെ പാകിസ്ഥാൻ ടീമിൻ്റെയൊക്കെ സിറ്റുവേഷൻസ് അറിയാം, ഇന്ത്യ ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് അറിയാം. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ്. സത്യത്തിൽ ഒമാൻ മത്സരമാണ് കുറച്ചെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ വന്നത് എന്നുള്ളതാണ്. ഇപ്പം 188 റൺസാണ് ഇന്ത്യ എടുത്തത്. 8 വിക്കറ്റ് നഷ്ടമായി എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഒമാനെതിരെയൊക്കെ വരുമ്പോഴത്തേക്കും 200-ന് മുകളിലോ 250-ന് മുകളിലോ ഒക്കെ വരുമെന്നുള്ള ചില പ്രതീക്ഷകളൊക്കെ വരാം. കാരണം ഇന്ത്യ ബെസ്റ്റ് ടീമാണ്. ഒമാൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് അറിയാം. പക്ഷേ ആ സാഹചര്യത്തിൽ 188 റൺസിന് ഒതുക്കി, അതും വിക്കറ്റുകൾ ഒരുപാട് നഷ്ടമാകുന്ന തരത്തിൽ ഇപ്പം ഒമാൻ്റെ ബോളിംഗ് പെർഫോമൻസ് ഒക്കെ ഇമ്പ്രസീവ് ആയിട്ട് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ സ്ലോ പിച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടി 2 ടീമുകൾ ഏതാണ് എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാക്ടർ വരുന്നത്. UAEക്കെതിരെയും പാകിസ്ഥാനെതിരെയും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് ഒരു പരാജയ ഭീതി ഇല്ലായിരുന്നെങ്കിൽ ഒമാൻ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആമിർ ഖലീമും മിർസയുടെയും ഒരു ബാറ്റിംഗ് പ്രകടനം കൊണ്ട് ഒരു മത്സരം ചേഞ്ച് ആയി പോകുമോ എന്ന് പറയുന്നൊരു തോന്നൽ, ചെറിയ തോതിലുള്ളൊരു തോന്നലെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒമാൻ ടീമിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഇപ്പം അഭിഷേക് ശർമ്മ ഒരു നല്ല രീതിയിലുള്ളൊരു തുടക്കം കൊടുത്തു. എന്നാൽ ഗില്ല് പെട്ടെന്ന് ഔട്ടായി പോയി. ശേഷം സഞ്ജു സാംസൺ വന്നിട്ട് ഭയങ്കര ഒരു അടിയല്ല നമ്മൾ കണ്ടത്. നമുക്കറിയാം കുറച്ച് നിന്ന് കളിച്ച് ആണ് ആ ഒരു ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം 45 ബോൾ 56 റൺസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം സ്ട്രൈക്ക് റേറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ 124 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അഭിഷേക് ശർമ്മയാണ് ഇനിഷ്യലി വന്ന് നല്ല രീതിയിലുള്ളൊരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്നവർക്കൊന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതിൽ അക്ഷർ പട്ടേലും തിലക് വർമ്മയാണ് ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിന്നത്. പിന്നെ സഞ്ജു സാംസൻ്റെ ഒരു ഇന്നിങ്സ്, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലുള്ള പ്രകടനം ലാസ്റ്റ് മാച്ചിൽ ഇമ്പ്രസീവായിട്ട് വന്നതാണ്. അപ്പം അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് കൂടിയായിരുന്നു കഴിഞ്ഞൊരു മത്സരത്തിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ സ്ലോ പിച്ചാണ്, ഒരു സൈഡിൽ നിന്ന് വിക്കറ്റുകൾ പോകുന്നു, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു ലോങ് ഇന്നിങ്സിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങളും നമുക്ക് പറയേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും സൂര്യകുമാർ ബാറ്റേഴ്സിനാണെങ്കിലും അതിലെ ബോളേഴ്സിനാണെങ്കിലും ഒക്കെ അവസരങ്ങൾ കൊടുക്കുമായിരുന്നതാണ്. ഇപ്പം ചെറിയ ചേഞ്ചസ്, ഇപ്പം അർഷദീപ് വന്നു, അതുപോലെ അർഷിത് റാണയൊക്കെ ഈ ഒരു മത്സരത്തിലേക്ക്
11-ൽ സ്ഥാനം പിടിച്ചു. അതുപോലെ തന്നെ ഇപ്പം ബാറ്റിംഗ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സൂര്യകുമാർ കഴിഞ്ഞൊരു മത്സരത്തിൽ ബാറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. 8 വിക്കറ്റ് പോകുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം ഇറങ്ങാതെ മറ്റ് പ്ലേയേഴ്സിന് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ബോളേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 8 ബോളേഴ്സോളം ഈ ഒരു മത്സരത്തിൽ പന്തെറിഞ്ഞു എന്ന് പറയുന്നതാണ്. അങ്ങനത്തെ ചില എക്സ്പെരിമെൻസിന് കൂടി വേദിയായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ബട്ട് എക്സ്പെരിമെൻസ് ഒരു ഘട്ടത്തിൽ പാളിപ്പോകുമോ എന്ന് പറയുന്നൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം അമീർ ഖലീമിൻ്റെയും അതുപോലെ മിർസയുടെയും പെർഫോമൻസ് അത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. 2 താരങ്ങളും അർദ്ധശതകങ്ങൾ നേടിയിട്ടുള്ള ഒരു പ്രകടനമാണ് നടത്തിയത്. അതിലിപ്പം അമീർ ഖലീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഏതാണ്ട് 43 വയസ്സോ മറ്റോ ഉണ്ട്. ആ ഒരു ഏജിലാണ് ഇപ്പോൾ ഇന്ത്യ പോലൊരു ടീമിനെതിരെ ഇത്രയും വേൾഡ് ക്ലാസ് ബോളേഴ്സ് ഉള്ള ഒരു ടീമിനൊക്കെ എതിരെയുള്ള ഈ ഒരു പ്രകടനം അത് തീർത്തും എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ ഒരു അവസാന ഘട്ടമൊക്കെ ആയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് രീതിയിലേക്കൊക്കെ വന്നതാണ്. ആ സമയത്താണ് ആ ഒരു ഔട്ടാകുന്നത്. ഹർദിക് പാണ്ഡ്യയുടെ ഒരു മികച്ച ക്യാച്ച് തന്നെയാണ്, അത് എടുത്തു പറയേണ്ടി വരും. അതൊരു ടേണിംഗ് പോയിന്റ് ആയി, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ആകുന്ന അവസാന ഓവറിൽ കുറച്ചും കൂടി ടൈറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ മത്സരം പോയേനെ. അങ്ങനെയാണ് ഇന്ത്യ 21 റൺസിന് ഒരു ഒമാനെതിരെയുള്ള ഒരു വിജയം സ്വന്തമാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സൂപ്പർ 4 കൂടുതൽ എക്സൈറ്റഡ് ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഇപ്പം ശ്രീലങ്കയും ബംഗ്ലാദേശും എങ്ങനെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നു, പാകിസ്ഥാനെതിരെ നടക്കുന്ന അടുത്ത മത്സരത്തെങ്കിലും ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് എഴുതുക. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ചാനൽ വീണ്ടും വീഡിയോസ് ഇടുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് ചെയ്യാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്കും സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ ഈ പറഞ്ഞ മത്സരങ്ങളെ പറ്റിയുള്ള ഇന്ത്യയുടെ പ്രകടനം, ഏഷ്യ കപ്പിലെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സനിയഫ്.